World Campus Connect, May 2nd, Kannur, Hotel Sky Pearl, May 3rd, Kozhikode Hysan Heritage. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല മനസ്ഥൈര്യത്തോടു കൂടി മെയ് 4-ന് അഭിമുഖീകരിക്കാൻ പറ്റുന്ന നിലക്കുള്ള വസ്ത്രമാണ് ഖാദി. നല്ല സമനിലയിൽ അല്ലേ, നല്ല മനോനിലയിൽ നമുക്ക് ആ റിസൾട്ടിനെ അഭിമുഖീകരിക്കാം. അത് UDF നേതാക്കന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അതിനുള്ള വസ്ത്രം വേറെ നിർമ്മിക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. അല്ല, ഇവരിപ്പം ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അവർ പോയി കഴിഞ്ഞാൽ പറയാം. അതിൽ 10 വർഷത്തെ കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ ഭരണ മികവ് ഈ തെരഞ്ഞെടുപ്പ് അവസരത്തിൽ നല്ല നിലക്ക് വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് അനുഭവത്തിലൂടെ ഉറപ്പിച്ചു പറയാനാകും. അപ്പോൾ ആ ഭരണ മികവ് നമുക്ക് ഇനിയും കേരളത്തിന് കിട്ടണം, ഭാവി കേരളം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക്. അപ്പോൾ ആ നിലക്ക് കേരളത്തിൽ ഒരു തുടർഭരണം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന ആശങ്കകളൊക്കെ പല കൂട്ടരും അങ്ങനെ എന്തെങ്കിലും ഘടന നടന്നതായിട്ടുണ്ടോ? കാരണം ജമാഅത്തെ ഇസ്ലാമിയൊക്കെ UDF-നെ പരസ്യത്തിൽ പ്രഖ്യാപിച്ചതാണ്, SDP പിന്നീട് LDF-നെ പ്രഖ്യാപിച്ചെങ്കിലും അപ്പോൾ അങ്ങനെ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് UDF-ന്. അതിൽ കേരളം പൊതുവെ ഈ മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ എല്ലാ കാലത്തും മനോനില പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ഇവിടെ ഒരു ഭാഗത്ത് ഹിന്ദുത്വ രാഷ്ട്രീയം ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തെ അപകടമായി കാണുന്ന ജനാധിപത്യവാദികൾ ഇപ്പുറത്ത് ന്യൂനപക്ഷങ്ങളുടെ ഒരു സ്വത്ത് രാഷ്ട്രീയം രൂപപ്പെടുത്തുന്നതിനെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുസ്ലിം ഏകീകരണം നടത്താൻ വേണ്ടി ലീഗിൻ്റെ നേതൃത്വത്തിൽ ശ്രമം നടന്നിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ്. പക്ഷേ അതിനനുകൂലമായിട്ടുള്ള നിലയല്ല ജനങ്ങളിൽ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കാരണം ആ ന്യൂനപക്ഷ ഏകീകരണം അത് ലീഗിൻ്റെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം യാഥാർത്ഥ്യമായില്ല എന്നതാണ് എൻ്റെയൊക്കെയുള്ള അനുഭവം. UDF-ന്റെ കണക്കുകൂട്ടലും ആത്മവിശ്വാസവും ബൂത്തടിസ്ഥാനത്തിലെ കണക്കല്ല, ഈ ഒരു പ്രതീക്ഷയാണ് അവർ പല നേതാക്കളും വെച്ച് പുലർത്തുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതായത് മുസ്ലിം ഏകീകരണം വെച്ചാൽ മുസ്ലിം വോട്ടുകളൊക്കെ UDF-ന് എത്തിക്കത്തക്ക നിലയിലുള്ള കൃത്യമായിട്ടുള്ള ആസൂത്രണമാണ് നേരത്തെ അവർ ആസൂത്രണം ചെയ്തത്. പക്ഷേ അതിനനുസരിച്ചുള്ള ഫലമല്ല ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ മതസംഘടനകളെ ഏകോപിപ്പിക്കുക, ഇതാണല്ലോ ലീഗ് നേരത്തെ നടത്തിയിട്ടുള്ള പരിശ്രമം. വഖഫിൻ്റെ വിഷയത്തിലൊക്കെ നിയമന പ്രശ്നത്തിൽ വികാരമുണ്ടാക്കി പള്ളിക്കകത്ത് വെള്ളിയാഴ്ച കുത്തുബ പ്രസംഗത്തിനോടൊപ്പം സർക്കാർ വിരുദ്ധ പ്രസംഗം ഇതൊക്കെ നടത്തിയിട്ട് മതസംഘടനകളെയൊക്കെ തങ്ങളുടെ പിന്നിൽ അണിനിരത്തുക, അത് ലീഗിൻ്റെ രാഷ്ട്രീയ ഉദ്ദേശ്യമാണ്. അത് അന്ന് വിജയിച്ചിട്ടില്ല. അതേപോലെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ ഏകീകരണ ശ്രമം വിജയിച്ചിട്ടില്ല എന്നതാണ് അനുഭവം. ഓക്കെ, അധികം രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോണ്ട, കാരണം ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. 4-ാം തീയതി എണ്ണിയതിന് ശേഷം നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത് കൊടുത്തിട്ട് അവസാനം പറഞ്ഞ കൊടുത്തിട്ട് ആദ്യം പറഞ്ഞ കൊടുക്കാതിരിക്കരുത്. അതിനാണ് പ്രാമുഖ്യം. കാരണം കുറച്ച് ഖാദി വസ്ത്രങ്ങൾ വിപണനം ചെയ്യട്ടെ.